എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ റൺ ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ലോക്കലായിട്ട് ഈ മോഡൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഓലാമ, LM സ്റ്റുഡിയോ, എനിത്തിങ് LL. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓലാമ എന്നുള്ള ടൂളിനെ കുറിച്ചാണ്. നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന മോഡൽ ചൈനയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡീപ് സീക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ആ മോഡൽ വെച്ച് റൺ ചെയ്തിട്ട് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ആദ്യമായിട്ട് olama.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ലിങ്കിൽ പോവുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പോയി കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ഓൺ ഡൗൺലോഡ് ബട്ടൺ. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിൻഡോസിലാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. ക്ലിക്ക് ഓൺ ഡൗൺലോഡ് ഫോർ വിൻഡോസ്. വിൽ ഗെറ്റ് 745 MB ഫയൽ കിട്ടും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നോർമൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓലാമ ഓപ്പൺ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് ഓലാമ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ when you click on that you won't see anything. So അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിൽ പോവുക, CMD കമാൻഡ് പ്രോംപ്റ്റ് തുറക്കുന്നു. ഓലാമ സെർവ് എന്നാണ് കമാൻഡ്. നമുക്ക് ഇപ്പോൾ ആദ്യം ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ go to the same website, click on the models and you can see the DeepSeek R1. So ഇതാണ് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഓലാമ DeepSeek R1 എന്നുള്ള മോഡൽ. അപ്പം ഈ കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യേണ്ട കമാൻഡ് ഇവിടെ തന്നെ കാണാം, ഓലാമ റൺ DeepSeek R1. സോ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് റൺ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട്. 7 ബില്യൺ ഉണ്ട്, 1.5 ബില്യൺ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഈ കുറഞ്ഞ 1.5 ഒന്നുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. 7 ബില്യൺ 4.7. അപ്പോൾ ഇതെല്ലാം നമ്മളെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് 7 ബില്യൺ ആണ്. ലെറ്റ്സ് സീ. ഓലാമ നോർമലി മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുക. ലെറ്റ്സ് പേസ്റ്റ്. So it will act just like ChatGPT. നമുക്ക് ഇതേ മോഡൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കോപ്പൈലറ്റ്, മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിൻ്റെ ആൾട്ടർനേറ്റീവ് പോലെ നമുക്ക് ഇൻലൈൻ ആയിട്ട് കോഡിന് സജഷൻസ്, ഫിക്സസ്, അല്ലെങ്കിൽ നമുക്കൊരു HTML ജനറേറ്റ് ചെയ്ത് തരാം. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. Assuming that you guys have VS Code installed, VS Code ID നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ് എന്തായാലും. സോ ലെറ്റ്സ് ആദ്യം ഓലാമ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. കണ്ടിന്യൂ, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എനിവേ, സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം യു ക്യാൻ സീ ദ എക്സ്റ്റൻഷൻ ഹിയർ. ഓലാമ ഉപയോഗിച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലോക്കലി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ക്ലോഡ് അല്ലെങ്കിൽ ChatGPTയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് API ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ മാനുവലി കൊടുക്കാൻ പറ്റും. API വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ you see I already used a couple of commands here. Let me clear it up.
അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം there is an extensions tab, you can search for the continue. I'll put the link in the description anyway. So ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ എന്നുള്ള എക്സ്റ്റൻഷൻ കാണും. നിങ്ങൾ ഹലോ, so this will just work like Copilot. So നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോക്കലി ഒലാമ വെച്ച് റൺ ചെയ്യുന്ന മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ DeepSeek R1 കൊടുത്തു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് so you can see the shortcut Ctrl+I. സോ നമുക്ക് ഈ ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് landing page about me. So you can see ഇതെല്ലാം നമ്മളെ ലോക്കലി റൺ ചെയ്യുന്ന ഓലാമ വെച്ച് റൺ ചെയ്യുന്ന മോഡൽ വെച്ചിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു in some ways. See you in the next video. Bye bye.